കാസർഗോഡ് പശ്ചിമബംഗാൾ സ്വദേശി സുശാന്ത റോയിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി സഞ്ജയ് റോയിയാണ് അറസ്റ്റിലായത്. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധുവാണ് പ്രതി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസമാണ് ഈ കാസർഗോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം കഴിഞ്ഞ തിങ്കളാഴ്ച സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ എന്തായാലും പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നാണ് പോലീസ് നൽകുന്ന വിവരം? വെറുമൊരു പെട്ടെന്നുള്ളൊരു വാക്ക് തർക്കം, ഒരു പ്രകോപനം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോമെ, അതാണ് പോലീസും വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ആനബാഗിലു എന്ന് പറയുന്നത്. ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ സുശാന്ത് റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യം കരുതിയത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മരണം കൊലപാതകം എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതായത് തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തുടർന്നാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും ഈ പ്രതി പിടിയിലാകുന്നത്. അതായത് സുശാന്ത് റോയിയോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഈ പശ്ചിമ ബംഗാൾ ബർഗാരിയ സ്വദേശി സഞ്ജയ് റോയിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ കൊല്ലപ്പെട്ട സുശാന്ത് റോയിയുടെ അടുത്ത ബന്ധു കൂടിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ ആനബാഗിലുവിലെ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 12 അംഗ സംഘത്തിലെ ഒരാളാണ് ഈ മരിച്ച സുശാന്ത് റോയിയും. ഇവർ ഒരു 4 മാസം മുമ്പാണ് ഇവർ ഈ ജില്ലയിലെത്തിയത്. ഈ നിർമ്മാണത്തിലുള്ള ഈ കെട്ടിടത്തിൽ സമീപത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെയായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. ഞായറാഴ്ച ഈ രാത്രി മദ്യലഹരിയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുമായിരുന്നു. തുടർന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഈ ചില തൊഴിലാളികൾ ഈ ഒറ്റപ്പാലത്തേക്ക് കടന്നു കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് ഈ കേസിൽ വഴിത്തിരിവായത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതുകൂടാതെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഈ പ്രതിയിലേക്ക് കൃത്യമായി പോലീസിന് എത്താൻ സാധിച്ചത്. അതായത് മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഈ സഞ്ജയ് റോയി എന്ന് പറയുന്ന ആൾ ഏതൊരു വസ്തു ഉപയോഗിച്ച് സുശാന്ത് റോയിയുടെ തലയുടെ പിൻഭാഗത്തടിച്ചതാണ് മരണം കാരണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KV ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ആനബാഗിലുവിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് പശ്ചിമബംഗാൾ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തലയുടെ പിൻഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ ബന്ധുവായിട്ടുള്ള സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.